ഹായ് ഓൾ അസ്സലാം വലൈക്കും. ഹാപ്പി ഡേ വിത്ത് എസ്എംബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കോഫി റെഡിയാക്കി വെച്ചു. എനിക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓരോന്നായിട്ട് റെഡിയാക്കിയാണ്. അപ്പോൾ ഈത്തപ്പഴം പൊരിയും പിന്നെ പഴംപൊരിയും ഉണ്ടാക്കി വെച്ചു. ഇനി ഉച്ചക്കുള്ള പണിയും കൂടി റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണിയിലേക്ക് പോവുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ സാധനം വാങ്ങാനൊക്കെ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും വേഗം തന്നെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കത് ഫുഡിൻ്റെ കാര്യം ഫ്രീ ആയല്ലോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കല്ലേ ഇറങ്ങണ്ടു. പിന്നെ എനിക്ക് അയൺ ചെയ്യാനുണ്ട് ഡ്രസ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പണികളുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഞാനിതിൽ ഈ ഓയിൽ തന്നെ പപ്പടം കൂടി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. പിന്നെ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലും കൂടി ഈ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കി ഓയിൽ ഓഫാക്കി പിന്നെയും റീയൂസ് ചെയ്യുമ്പോഴാണ് അൺഹെൽത്തി എന്ന് കേട്ടിട്ടുള്ളത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ ഞാനിത് പിന്നെ പപ്പടം ഫ്രൈ ചെയ്തിട്ട് തണ്ണതിന് ശേഷം പാക്കറ്റിലിട്ടിട്ട് നല്ലോണം എയർടൈറ്റ് കണ്ടെയ്നർ പോലെ എയർ കടക്കാത്ത രീതിയിൽ പിന്നെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും നമുക്ക് ഉച്ചക്കൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വറവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കറിയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെയുള്ള പാനാകുമ്പോൾ നമുക്ക് വേഗം തന്നെ പപ്പടം വറുത്തെടുക്കുക. എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും തന്നെ വേഗം തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഒന്നല്ല കുറച്ചധികം ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ പഴംപൊരിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തു വിടാം. ആ വറവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലാഗ് അടിക്കുകയും ചെയ്യും, ലോങ് വീഡിയോ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകാം. നെയ്ച്ചോറ് ഞാൻ പപ്പടം ഉണ്ടാക്കാറുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം കുറച്ചും കൂടി ഐസ് പോകാനുണ്ട് ചിക്കൻ്റെത്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ 1.5 കപ്പ് ഗീ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ജീരകശാല അരി അതെടുത്ത് നന്നായിട്ട് കഴുകിയത് വേറൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, മാഗി ക്യൂബോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ചിക്കൻ വേവിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ കറി ഞാനൊരു വേറെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാ ലൂസായിട്ടല്ല കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രേവി കുറവായിരിക്കും. അപ്പോൾ ചിക്കന് ഒരു ഇതിൽ ഒന്നായിക്കോട്ടെ, ഈ അരിയിൽ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടി ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇത് മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നവർ ഈ ഒന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. 1.5 കപ്പിന് ഒരുപാട് അങ്ങ് യൂസ് ചെയ്ത് പിന്നെ ഉപ്പ് എന്നിട്ട് നോക്കിയിട്ട് ഇടുക കേട്ടോ. ഇതിന് ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി എന്ന് വെച്ചോട്ടാ. പിന്നെ വേറെ ഒന്നുമില്ല. വെളിച്ചെണ്ണ പിന്നെ 1/2 kg ഉണ്ടെങ്കിൽ 1/2 kg അത് രണ്ടും കൂടി സെയിം അളവിൽ തന്നെ എടുത്തിട്ട് ഈ ചോറിന് യൂസ് ചെയ്യുക. 1.5 കപ്പിൽ എന്ന് പറയുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ മതിയാകും പിന്നെ നെയ്ച്ചോറുണ്ടാക്കാൻ. നെയ്ച്ചോറല്ല ഇട്ടത് സംഭവം. പിന്നെ അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതാണ് കേട്ടോ 1/2 kg. പിന്നെ മിൽമ ഗീ എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് യൂസ് ചെയ്യാം കേട്ടോ നെയ്ച്ചോറിന്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാൻ 1.5 കപ്പ് ആണ് എടുക്കുന്നത് കേട്ടോ, അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം കയറി ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മറ്റേ വെളിച്ചെണ്ണ കുറച്ചാലും മതിയാവും. ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് വെളിച്ചെണ്ണ കുറച്ചാലും മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണ, ഗീയും പിന്നെ വെള്ളവും പിന്നെ സ്റ്റോക്കും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം തിളക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഉപയോഗിക്കാൻ പാടുള്ളൂ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പട്ടയും ഗ്രാമ്പു, ഏലക്ക ഇത് 3 ചേർക്കുന്നത്. പിന്നെ ബേ ലീഫും കൂടി ചേർക്കാം. പട്ടയും 4 പട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. പട്ട എന്ന് പറയുന്ന ഒരു പൂ പോലെ, ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടാവും. അതിൻ്റെ മുകളിലൊരു പൂ പോലെ ഉണ്ടാവും. അതാണ് പട്ട കേട്ടോ. പിന്നെ ഗ്രാമ്പു. പട്ട എന്ന് പറയുന്നത് ആ മരത്തിൻ്റെ കഷ്ണം പോലെ ഉണ്ടാവും. അത് മരത്തിൻ്റെ തോല് ആണ് തോന്നുന്നത് സംഭവം. അപ്പോൾ അത് നിങ്ങൾക്ക് അളവ് ഇങ്ങനെ ഇഷ്ടം ഏതാ ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ അത് കൂട്ടിയിട്ടിടാം കേട്ടോ. പിന്നെ ഏലക്ക ഒന്ന് എന്താ പറയുക
ഒന്ന് തോട് ചതച്ചിട്ടെങ്കിലും ഇടണം കേട്ടോ. തോടടക്കം തന്നെ ഇടുക. അപ്പോൾ അതൊന്ന് ചതക്കെങ്കിലും ഇടണം, അത് മുഴുവനായിട്ട് അങ്ങ് ഇടരുത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് പോകും. പിന്നെ ബേ ലീഫ് ഒന്ന് കീറിയിട്ടിടാം, കീറാതെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഒന്ന് ഓപ്പണാക്കി വെച്ചോ, ഒന്ന് ഓപ്പണാക്കിയാലും മതി. കൈ കൊണ്ട് ഇങ്ങനെ ഓപ്പണാക്കിയാലും മതി കേട്ടോ. അതിൽ നല്ലതൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ഒരു പോസ് കൊടുത്താൽ മതിയാവും ഗ്രൈൻഡറിൽ. അപ്പോൾ അത് വേഗം തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് പിന്നെ ഇതൊന്ന് തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതെന്ന് വെച്ചാൽ നന്നായിട്ട് അലിയണം. ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ അത് കുറച്ച് ഇതായിട്ടുണ്ടാവും, കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും അലിയാൻ, കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞിട്ട് തന്നെ. അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളില്ലെങ്കിൽ വേഗം തന്നെ ഈ വെള്ളത്തിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ അതൊന്നൊരു വേഗം അലിഞ്ഞ് കിട്ടും കേട്ടോ. സ്റ്റോക്ക് അത്ര വലിയ പ്രയാസമുള്ളതൊന്നുമല്ല. ഏതായാലും ഇത് തിളക്കുന്ന സമയം കൊണ്ട് അതിൽ തിളക്കണ്ട, അതിന് മുമ്പ് തന്നെ അഴിയുന്നുണ്ട്. ഇപ്പോൾ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അതിനിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ലേശം ഇതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഉപയോഗിച്ച മുളക് പൊടി എന്ന് പറയുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലേശം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് ഒരു കളറുണ്ടോ, ഈ കളറാണ് വന്നിട്ടുള്ളത്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് അരി മെല്ലെ ഇട്ട് കൊടുക്കട്ടെ, കയ്യിൽ തീർക്കാത്ത രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളയണം കേട്ടോ, ഡ്രെയിൻ ചെയ്തെടുക്കണേ. എന്നിട്ട് അത് വെള്ളം വാര വെച്ചതിന് ശേഷമാണ്, മലയാളത്തിൽ വെള്ളം വാര വെക്കാന്ന് പറയും. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൽ വെള്ളം തിളപ്പിക്കാൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതിലുള്ള വെള്ളം ഇതിലുള്ള വെള്ളം കൂടിയിട്ട് വെള്ളം കൂടി പോകും. അപ്പോൾ ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഇത് ഞാൻ തീ ഇപ്പോൾ കുറച്ച് വെച്ചത് കൊണ്ടാണ് തിളക്കാത്തത് കേട്ടോ. തീ കുറച്ചത് വെച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഈ വെള്ളമില്ലേ നമ്മളെ കയ്യിലോ മുഖത്തോ മറ്റായാലും അത് പൊള്ളും നമ്മളെ ശരീരത്തിൽ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കും. ഇനി നമുക്കിത് ഉപ്പ് നോക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വിസിലാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെച്ചാൽ ഉടൻ തന്നെ വിസിൽ വരും. ഒരു വിസിൽ മതി കേട്ടോ, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പാണ് സാധാരണ വെക്കുമ്പോൾ നമ്മളെ സാധാരണ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു കപ്പിന്. പക്ഷേ കുക്കറിൽ ഒരു കപ്പിന് 1.25 കപ്പേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക, അത് എന്താ പറയുക, ചോറ് ഒരു അടിഞ്ഞ പോലെ ആവില്ലേ, വെന്ത് അതുപോലെ ആ അവസ്ഥ വരും. അപ്പോൾ ഇത് ഒറ്റ വിസിലാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് വെന്തും പോകും കുക്കർ. അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വരട്ടിയ പോലെ ഉണ്ടാക്കുന്ന പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മസാല എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒരു 7 അല്ലി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നോമ്പിനെല്ലാം നമ്മൾ വേഗത്തിൽ പൊളിക്കാനെല്ലാം ബുദ്ധിമുട്ടുള്ളവർ, ടൈമില്ലാത്തവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ചെറിയ മക്കളെല്ലുള്ളവർക്കൊക്കെ ആണല്ലോ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് തോലൊക്കെ പൊളിച്ചിട്ട് ഫ്രീസറിലെടുത്ത് വെക്കാം കേട്ടോ. ഫുള്ളും തോലൊക്കെ അത് പൊളിച്ചതിന് ശേഷം അത് ഫ്രീസറിലെടുത്ത് വെക്കാം. അപ്പോൾ അത് ചീത്തയാവും ചെയ്യില്ല, സ്റ്റോർ ചെയ്ത് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇഞ്ചി ആയാലും അങ്ങനെ തന്നെ തോല് കളഞ്ഞിട്ട് ഫ്രീസറിലെടുത്ത് വെക്കാം. പിന്നെ ഇത് മല്ലിയിലയാണ്. മല്ലിയില ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടിഷ്യൂ, ഇപ്പോൾ ചെയ്ത് 2 ഭാഗത്തും ഇതുപോലെ കിച്ചൺ ടിഷ്യൂ ഇല്ലേ, അത് മേലെയും താഴേക്ക് വെക്കും. എന്നിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ആദ്യം കഴുകിയ അങ്ങനെ ഇത് കഴുകിയാൽ നന്നായിട്ട് വെള്ളം ഫുൾ പോകണം കേട്ടോ. എന്നിട്ട് വെക്കും, എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഒന്നും ചീത്തയാവുന്നില്ല കേട്ടോ. അല്ലാതെ വെച്ചാലത് വേഗം ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എല്ലാം കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എത്ര അടച്ചു വെച്ചാലും തന്നെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഐസ് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, ചീഞ്ഞ് പോവില്ല. അങ്ങനെയുണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ചധികം എന്തായാലും വാങ്ങുമല്ലോ, അപ്പോൾ ചീഞ്ഞ് പോവില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്, അത് ഞാൻ പാത്രം കഴുകാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിസിൽ ആകുമ്പം തന്നെ അടിച്ചതിന് ശേഷം ഒരു വിസിൽ ഒക്കെ ആണെങ്കിൽ ഒരു വിസിൽ കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് ഓഫ് ചെയ്യാൻ. എൻ്റെ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ടൈം എടുത്തു. ഇനി കുറച്ച് ഒരു വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തു പോയി. അപ്പം തന്നെ കണ്ടോ ചോറിൻ്റെ അവസ്ഥ ഇങ്ങനെ.
അതാണ് ഒരു വിസിലാണ് കറക്റ്റ്. ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പക്ഷേ ഇത് കഴിക്കാനും പറ്റുമോ, നന്നായിട്ട് അടിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ഇത് കുറച്ച് സമയം തുറന്ന് വെച്ചാൽ ഇനി ഇത് അടച്ചു വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളം കയറിയ പോലത്തെ ഒരവസ്ഥ പോലെയോ. ഇതിപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇത് കഴിക്കാൻ ഇങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഐസ് ഒരുവിധം പോയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതും കൂടി അവിടെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലെന്തൊക്കെ ചേർത്തു എന്നുള്ള പറയാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പേസ്റ്റ് കേട്ടോ. അതാണ് ഒന്ന് ക്രഷ് ചെയ്തത് കേട്ടോ. ഒരുപാട് അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടില്ല. നല്ല ഒരുപാട് കടിക്കുന്ന ആ പരുവമല്ല കേട്ടോ. ഒരു രീതിയിൽ ചെയ്തിട്ട് പിന്നെ അതിന് ഉപ്പിട്ട് പിന്നെ വിനെഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ 1/2 കിലോ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ചേർത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്യില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രമേ ഞാൻ കറി ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അതിൽ മുളക് പൊടി 3 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേറൊന്നും ചേർത്തില്ല. ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിപ്പം 2 മണിക്കൂർ വരെ വെക്കുക കേട്ടോ. അത്രയും മുളക് പിടിക്കും. അതാണ് മാരിനേഷൻ്റെ ഇത്. ചിക്കൻ എത്ര വെക്കാൻ ടൈമുണ്ടോ അത്രയും കൂടി വെക്കുക കേട്ടോ. അത് മാക്സിമം പോയാൽ ചൂടുള്ള സ്ഥലത്തിലാണെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ. ചിലപ്പോൾ ചീത്തയാവുമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ എനിക്കൊന്ന് 3 മണിക്കൂർ വെച്ചാലൊന്നും ആവില്ല. അത്രയും തണുപ്പുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പോൾ നമുക്ക് മാക്സിമം വെക്കാം. ഇത്രയും വെച്ചാൽ ഇതിന് മുളക് പിടിക്കും. അതാണ് സംഭവം. ഞാൻ ഇത് ലെഗ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ തന്നെ ഇത് വേവിക്കണം. വേവിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ കഴിയും. സാധാ അടുപ്പത്ത് വേവിക്കാൻ നിന്നാൽ വെന്ത് കിട്ടും, വേവില്ല എന്നല്ല. പക്ഷെ സാധാ അടുപ്പത്ത് കെട്ടി എളുപ്പം ഉണ്ടാവും. നമുക്ക് കുക്കറിൽ വേവിക്കാനായിരിക്കും എന്ത് സംഭവം. അതായത് നമ്മൾ വിസിൽ നോക്കിയിട്ട് വേഗം ഓഫ് ചെയ്യുകയും ചെയ്യും. നമുക്ക് എളുപ്പമായിരിക്കും അത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ചിക്കനിന്ന് വെള്ളം എന്തായാലും ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വഴറ്റിയ പോലെ ആക്കുന്നത്. അപ്പോൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഞാനിത് 7 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് മാരിനേറ്റ് ആവുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് തോരകളിന് കഴുകി കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ ഗ്രൈൻഡറിൽ ഇതെല്ലാം കളയാം. കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞതിന് ശേഷം ഗ്രൈൻഡറിലാണ് ഞങ്ങൾക്ക് ചെറുതായിട്ടാണ് അരിഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഗ്രൈൻഡറിൽ ഞാനൊന്ന് ക്രഷ് ചെയ്യും, ഒന്ന് പോസ് ചെയ്യും. അത് 4 കഷ്ണം ആക്കണം കേട്ടോ. അപ്പോഴാണ് വേഗം തന്നെ പിന്നെ പോസ് ചെയ്ത് കിട്ടുക. അപ്പോൾ ഇതാണ് കുക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ലഗോൺ ചിക്കനാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർ അത് യൂസ് ചെയ്യാം കേട്ടോ. ചിലവർക്ക് വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വേറെ ഏതാ ഫ്ലേവർ ഓയിൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഏതൊരു നാടൻ ഫുഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ഓയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ചിക്കന് വേവിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് ഒരുപാട് 2 മണിക്കൂറൊന്നും വെച്ചില്ല കേട്ടോ. 1/2 മണിക്കൂറേ വെച്ചുള്ളൂ. പിന്നെ ഞാൻ ഇതാക്കിയിട്ട് വരട്ടിയതല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്ര പ്രശ്നം കാണില്ല. ഫ്രൈ ആണെങ്കിലാണ് നമുക്ക് നല്ലോണം മുളക് പൊടിച്ചില്ലെങ്കിൽ ശരിക്കും മനസ്സിലാവും. ഈ വരട്ടിയതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ചേർക്കണം കേട്ടോ. ഈ വെള്ളം തന്നെ ചേർക്കണം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് കുക്കറിൽ വിസിലൊന്നും വരാത്ത രീതിയിലാണ് വേവിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ടും ഞാൻ വെളിച്ചെണ്ണയും ഇതും ചേർത്തിട്ടാണല്ലോ വേവിച്ചത്. ഇത്രയും വെള്ളം കുറച്ചുണ്ട്. അത് ഫുള്ളും വെളിച്ചെണ്ണയല്ല, ഇത് ലേശം വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് പിന്നെ ഉള്ളി ആ വലിയ ഉള്ളി തന്നെ ഇട്ടിട്ട് വഴറ്റുന്നത് പൊട്ടിക്കുക കേട്ടോ. ഈ കുറച്ച് വെച്ചിട്ട് തന്നെ വഴറ്റി എടുക്കാം കേട്ടോ. പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായതല്ലേ.
മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട, ഒന്ന് ചെറുതായിട്ട് ഉള്ളി കടിക്കണം കേട്ടോ. ആ പരുവാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ വഴറ്റുന്നത്. നമുക്ക് വരട്ടിയ പോലെയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇത് ഞാൻ അതായത് വെള്ളം അങ്ങനെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ തക്കാളി അല്ലെങ്കിൽ കച്ചപ്പാടി അതിന് ഒന്ന് ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ ഒരുപാടൊന്നും ഞാൻ വഴറ്റിയിട്ടില്ല. ഒന്ന് ആ ടൈമിൽ തന്നെ ഞാൻ പൊടികൾ ചേർക്കുകയാണ്. ഉപ്പൊടി തന്നെയാണ് വഴറ്റിയിട്ടുള്ളത്. ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മുളക് പൊടി എന്ന് പറയുന്നത് അത്ര തീരെ എരിവില്ലാത്തൊരു മുളക് പൊടിയാണ് കേട്ടോ. കളർ മാത്രമേ ഉള്ളൂ, എരിവ് നല്ലോണം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രൈക്കും ഇതിനൊക്കെ ഞാൻ മുളക് പൊടി ചേർത്തത്. നിങ്ങളെ എരിവ് അനുസരിച്ച് നോക്കാം, എരിവ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. എരിവ് കൂടുതലുള്ള വേണമെന്നുള്ളവർ അതിനനുസരിച്ച് തന്നെ ചേർത്തോളൂ കേട്ടോ, കൂട്ടിയിട്ടും ചേർക്കാം. അപ്പോൾ മുളക് പൊടി എരിവ് കുറവാണ്, കളറുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ കളർ ചേർത്ത് മുളക് പൊടി അല്ല കേട്ടോ, പുല്ല മുളകാണ്. എന്നിട്ട് കൂടുതലുണ്ടെങ്കിൽ കളറ് മാത്രമേ കാണിക്കൂ. പിന്നെ ഏതോ ഒരു മുളക് കൂടുതലുണ്ടെങ്കിൽ കളറ് മാത്രമേ കാണിക്കൂ, എരിവ് കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു പൊടിയാണ് കേട്ടോ, നാടൻ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ ഇനി ഞാൻ ചിക്കന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ചിക്കനും പിന്നെ ഇതിൽ വെള്ളവും കൂടി ആ ഗ്രേവിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഗ്രേവി ചേർത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതിലേക്ക് തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ തക്കാളിയിൽ. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തക്കാളിയും കൂടി ഇതിലേക്ക് വേവണം. അപ്പോൾ തീ കുറച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് അത് തക്കാളി വെന്ത് വരുന്ന വരെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലയും ചേർത്തില്ലല്ലോ ഇതിൽ, അപ്പോൾ അത് രണ്ടും ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് മല്ലിയില ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെയാണ് ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. മല്ലിയില ഇടണം, അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തക്കാളി നന്നായിട്ട് വെന്ത് നല്ല വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വരട്ടിയത് ഉണ്ടാക്കുന്നത്. ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ടുള്ള ഗ്രേവി ഇനി ആവും കേട്ടോ. കാരണം നമ്മൾ തക്കാളിയൊക്കെ അരച്ചത് കൊണ്ട് തന്നെ എനിക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുട്ടിയ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ചുമായി, പിന്നെ രാവിലത്തെ സ്നാക്സും ആയി. രാവിലത്തെ സ്നാക്സിനല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ അത്രയും വേണ്ട ഫുഡൊക്കെ എല്ലാവർക്കും. കൂടെ അങ്ങനെ തണുപ്പായത് കൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമായിട്ട് കഴിക്കും, അത്ര തന്നെ. നാട്ടിലെ പോലെ അരിയാഹാരം അങ്ങനെയൊന്നുമില്ല, എന്താ വേണ്ടത് വെച്ചാൽ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കട്ടോ. ഇത് കാണുന്നതിനെക്കാട്ടും നല്ല രുചിയുണ്ട്. പിന്നെ ഈ ഗരം മസാല നിങ്ങൾ ഓപ്ഷണലായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. വേണ്ടവർ മാത്രം യൂസ് ചെയ്യുക, അല്ലാത്തവർ വേണ്ട. കാരണം ചിക്കൻ്റെ ഫ്ലേവർ തന്നെ ഇറങ്ങുന്നുണ്ട് ഇതിൽ. നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗരം മസാല ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതുവരെ ചേർത്തില്ല, ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തിട്ടേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കറിയുമായി, പപ്പടമായി, ചോറുമായി, അങ്ങനെ ലഞ്ചായി. പിന്നെ ഡിന്നറൊക്കെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്, മസാലപ്പുട്ട്. സാധാരണ ഞായറാഴ്ച പുറത്ത് പോയാൽ പിന്നെ പുറത്തെ ഫുഡ് തന്നെയാണ് കഴിക്കുക. പക്ഷെ ഇന്ന് ഞാൻ ഏതായാലും ഇന്നലെ രാത്രി കറി മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തത് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. മസാല ഞാൻ അന്ന് ഉണ്ടാക്കിയതില്ലേ, അതുകൊണ്ട് പോയിട്ടൊന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാം, മസാലപ്പുട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പുട്ടൊന്ന് കുഴക്കുക, പുട്ടിന് കുഴക്കുന്നവരെ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കുഴച്ചിട്ട് പിന്നെ ഓരോ ലെയറായിട്ട് മസാല ഇട്ട് കൊടുത്താൽ മതി. മസാല അതെടുത്തത് അത് തന്നെയാണ് കേട്ടോ. അതായത് ചിക്കൻ പണ്ടെന്ന് പറയും, കണ്ണൂരിൽ എന്താണെന്നുണ്ടെന്ന് പറയാൻ അറിയില്ല, ഈ സമൂസക്കൽ ചേർക്കുന്നില്ലേ, അതിന് ചേർത്തിട്ടാണ് ചിക്കൻ മസാലപ്പുട്ട്. അതിനാണ് മസാലപ്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പല രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ ചെമ്മീൻ മസാലയിലുള്ള അങ്ങനെയുള്ള ഉണ്ടാക്കുന്നവരില്ലേ, അതൊക്കെ വേറെ മസാല ആയിരിക്കില്ലേ. പിന്നെ ഈ ബിരിയാണി മസാല കൊണ്ട് പോയിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. ഓരോ നിങ്ങളെ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കുക.
അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇസ്തിരി ഇടാനുണ്ട്. ഇസ്തിരി ഇട്ടിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ പിന്നെ എന്തായാലും സാധനം വാങ്ങാനുണ്ട്, പുറത്ത് വാങ്ങാനുണ്ട്. വീക്കെൻഡിലാണ് സാധനം വാങ്ങാൻ പോക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. ബായ്. പുതിയ വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ വരുന്നവരേക്കും എല്ലാവർക്കും നന്മയും സന്തോഷമെല്ലാം ഉണ്ടാകട്ടെ. ബായ്.